പെരുമ്പാവൂർ അമൃത വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ച സംഭവത്തിൽ എസ്എഫ്ഐ പ്രതിഷേധം. എസ്എഫ്ഐ പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സ്കൂൾ ഗേറ്റിന് സമീപം ബിജെപി RSS പ്രവർത്തകരുമുണ്ട്. സ്കൂളിന് മുന്നിൽ വൻ പോലീസ് സന്നാഹമാണ്. ഇപ്പോൾ വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഈ പാദപൂജ സീസണിലായിരിക്കണം അമൃത വിദ്യാലയത്തിലും വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ചത്. സംസ്ഥാനത്തെ ഈ എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകളിലാകെ തന്നെ ഇത്തരത്തിൽ RSS കടന്നു കയറുകയും ഇത്തരത്തിൽ RSSന്റെ നയങ്ങൾ, കാവ്യവൽക്കരണ നയങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളിലേക്ക് കാവ്യ നിറം ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അമൃത വിദ്യാലയത്തിലെ നടപടിക്രമങ്ങൾ എന്താണ് നടക്കുന്നത്? ഇപ്പോൾ SFIയുടെ പ്രതിഷേധം എങ്ങനെയാണ്? ഒപ്പം തന്നെ BJPക്കാരും അവിടെ BJP പ്രവർത്തകരും അവിടെ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി ഇപ്പോഴത്തെ? സിജു, ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുമെന്ന് അറിഞ്ഞ് RSS പ്രവർത്തകർ, BJP നേതാക്കളൊക്കെ ഇവിടെ, അതായത് പ്രാദേശിക BJPക്കാരും സംഘപരിവാർ അനുകൂലികളായ ചില രക്ഷിതാക്കളും ഉൾപ്പെടെ സ്കൂളിന് മുന്നിൽ, സ്കൂളിനകത്ത് തടിച്ചുകൂടുകയും ചെയ്തിരുന്നു. പ്രതിഷേധവുമായി SFI വരുമ്പോൾ അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് അങ്ങനെ സംഘപരിവാറിന്റെ ഒരു നീക്കം തന്നെ കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് SFI ശരിക്കും യഥാർത്ഥത്തിൽ പ്രതിഷേധം നടത്തുന്നത്. പക്ഷേ ഇവിടെ SFI പ്രതിഷേധിക്കുമ്പോൾ ആ ഒരു പ്രതിഷേധം SFI ഉദ്ദേശിച്ചിരുന്നത് ഒരു ചെറിയ പ്രകടനമായി വരിക, സ്കൂളിന് മുന്നിൽ ഒരു അല്പസമയം ധർണ നടത്തി പിരിഞ്ഞു പോവുക എന്നതായിരുന്നു ഉദ്ദേശം. പക്ഷേ ഈ BJPക്കാർ തടിച്ചുകൂടിയതിനെ തുടർന്ന് വലിയ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഈ SFI പ്രവർത്തകരെ സ്കൂളിനകത്തേക്ക്, സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വരുന്നതിനെ തടഞ്ഞിരുന്നു. അതിനിടയിൽ ഈ അവിടെ തടിച്ചുകൂടിയിരുന്ന, സ്കൂളിനകത്ത് നേരത്തെ തന്നെ കയറി കൂടിയ ചില പ്രാദേശിക BJP പ്രവർത്തകരും ഈ സംഘപരിവാർ അനുകൂലികളുമൊക്കെ ഈ SFI പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്നതിനായുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അസഭ്യം വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്ങനെയും പ്രകോപിപ്പിച്ച് സംഘർഷം ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച ഇത്തരത്തിലുള്ള സംഘപരിവാർ അനുകൂല ഈ പാദ പൂജ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തി വിദ്യാർത്ഥികളെ പടിപടിയായി ഈ സംഘപരിവാറിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കങ്ങൾ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് SFI പ്രതിഷേധം നടത്തിയത്. SFI പ്രവർത്തകർ അവിടെ പുറമെ പ്രതിഷേധിക്കുമ്പോൾ SFI നേതാക്കൾ ഉൾപ്പെടെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് തങ്ങൾ പ്രതിഷേധിച്ചു എന്നതിന്റെ കാരണം ഈ രീതിയിൽ ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ സംഘപരിവാർ നിലപാടുള്ള, അല്ലെങ്കിൽ അനുകൂല നിലപാടുള്ള മാനേജ്മെന്റുകളുള്ള സ്കൂളുകളിൽ സംഘപരിവാർ പ്രവർത്തകർ നുഴഞ്ഞു കയറുകയും ഇവരാണ് രക്ഷിതാക്കൾ എന്ന വ്യാജേന ഇതിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തത്. ഇത്തരത്തിലുള്ള സംഘപരിവാർ അനുകൂല നിലപാടുകളിൽ ഇവർക്ക് പ്രതിഷേധവുമില്ല. BJP എന്തുകൊണ്ടാണ് SFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതെന്നാണ് ഇവരുടെ ചോദ്യം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ ഇത്തരത്തിൽ ഈ മാനേജ്മെന്റ് പറയുന്നതിനോ അനുകൂലിക്കുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നൊക്കെയാണ് ഈ BJP അനുകൂലികൾ പറയുന്നത്. തന്നെയുമല്ല, ഈ പ്രതിഷേധം പുറത്തുണ്ടാകുമ്പോൾ പ്രകോപനപരമായ രീതിയിൽ അസഭ്യങ്ങൾ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞ് SFI പ്രവർത്തകരെ പ്രകോപിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഈ BJPക്കാർ നടത്തിയിരുന്നു. എന്തായാലും സ്കൂൾ മാനേജ്മെന്റ്, അല്ലെങ്കിൽ സ്കൂളിന്റെ PTA അംഗങ്ങൾ രക്ഷിതാക്കളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയത് ഭൂരിഭാഗവും BJP പ്രവർത്തകർ തന്നെ ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തിരിച്ചു ശരി, തിയോഫിനാണ് എറണാകുളത്തുള്ള വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂർ അമൃത വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ച സംഭവത്തിൽ SFIയുടെ പ്രതിഷേധം അവിടെ നടക്കുകയാണ്. ഇപ്പോൾ സ്ഥലത്ത് വലിയ പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്.